ഇനി നോക്കാം പ്രധാന വാർത്തകൾ. ആലുവയിൽ തട്ടിക്കൊണ്ടുപോയ 5 വയസ്സുകാരിയെ കണ്ടെത്താനാകാതെ പോലീസ്. സുഹൃത്ത് സക്കീർ വഴി കുട്ടിയെ കൈമാറിയെന്ന പ്രതി അഫ്സാക്കിനെയും സക്കീറിനെയും തമ്മിൽ പരിചയപ്പെടുത്തിയ ആൾ പോലീസ് പിടിയിൽ. കുട്ടിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. തൃക്കാക്കര നഗരസഭയിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ്. സ്വതന്ത്രരുടെ പിന്തുണ ലഭിക്കുമെന്ന ഉറപ്പിൽ UDF. സ്വതന്ത്രരും UDFും തമ്മിലുള്ള ധാരണ പൊളിയുമെന്ന പ്രതീക്ഷയിൽ LDF. വയനാട് മുട്ടിൽ പഞ്ചായത്ത് ഭരണം അട്ടിമറിക്കാൻ CPM ശ്രമമെന്ന് കോൺഗ്രസ്. തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. സംഭവം തോന്നക്കൽ ചെമ്പകമംഗലം ജംഗ്ഷനിൽ. ആളപായമില്ല. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഓട്ടോയും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. തൃശൂരിൽ ആദിവാസി യുവതിയെ തലക്കടിച്ചു കൊന്ന ഭർത്താവ് പിടിയിൽ. അറസ്റ്റിലായത് പെരിങ്ങൽകുത്ത് ആനപ്പാന്തം സ്വദേശി സുരേഷ്. ഭാര്യ ഗീതയെ കൊലപ്പെടുത്തിയത് മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ. കലാപഭൂമിയായ മണിപ്പൂരിലേക്ക് തിരിച്ച് പ്രതിപക്ഷ സംഘം. ഇന്ത്യ മുന്നണിയിലെ 16 പാർട്ടികളിൽ നിന്നും 21 MPമാർ സംഘർഷമേഖല സന്ദർശിക്കും. നാളെ മണിപ്പൂർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കും.